കൊറേയൊക്കെ അങ്ങനെ തന്നെ വരുന്നത്. പിന്നെ നമ്മൾ മോക്ക് ടെസ്റ്റ് ഇടുമ്പോ നമുക്ക് ഈസി ആയി തോന്നാം. ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും വെറുതെ മോക്ക് ടെസ്റ്റ് ഇടുമ്പോ എനിക്ക് ശരിയാവാറുണ്ട്. അത് ശരിയാണ്. ശരിയാട്ടാ. കാരണം നമ്മള് ക്ലാസ്സില് അതായത് ഞാൻ ചുമ്മാ എന്റെ ക്ലാസ് കുറച്ച് പെൻഡായിട്ട് നിൽക്കാം. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കില്ല. നമുക്ക് നമ്മുടെ നമ്മുടെ ജീവിതത്തില് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ കാണുന്ന ആ ഒരു ഇതേല് വെച്ചിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് വെച്ചതാ. അത് ഈസിയായിരുന്നു. കാരണം നമുക്ക് അത് നോക്കുമ്പോ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നുണ്ട്. ഇല്ല, ഉണ്ട് പറഞ്ഞോളൂ. അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നു. 2-3 എക്സാമുകളെ ഞാൻ നോക്കിയിരുന്നു. ഞാൻ ഒന്നും ക്ലാസ്സിൽ കേറാത്ത ദിവസമാണെങ്കിൽ പോലും എനിക്ക് അനില പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ടീച്ചർ വന്നു കേട്ടോ. ഇനി എല്ലാരും സൈലന്റ് ആയിക്കോളെ. ഇപ്പൊ മ്യൂട്ട് ചെയ്യും നമ്മളെ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ എല്ലാവരും. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. മ്യൂട്ട് ചെയ്തോളൂ. ഇപ്പൊ നമ്മൾ ഏതാണ് ചാപ്റ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ ആണെന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ സുബിൻ മ്യൂട്ട് ചെയ്തോളൂ. സുബിൻ മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. ശരണ്യ വന്ന പിന്നെ പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ഓക്കെ, അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എന്താ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? അല്ലെ, ഓപ്പറേഷൻ സർജറീസ് കണ്ടക്ട് ചെയ്യുന്ന സർജൻസ്. എന്തോ അതന്നെ മാം പറഞ്ഞു വന്നതാ. കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ് വരെയാണ് മിസ് എടുത്തതെന്ന് പറഞ്ഞു, റൈറ്റ്? അപ്പൊ എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോക്ടേഴ്സ്, സർജൻസ് സർജറീസ് കണ്ടക്ട് ചെയ്യുന്ന സ്പെഷ്യൽ റൂമിനെയാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്? എന്താണ് ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്? എന്തായിരുന്നു എടുത്തതല്ലേ? എന്താണ് ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കി അതിലൂടെ ട്രീറ്റ്മെന്റ് നടത്തുന്നതിനെയാണ് ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് സർജറീസ് നടത്താം. എങ്ങനെയാണ്? മിനിമലി ഇൻവേസീവ് സർജറി ഉണ്ട്. അതിലെന്താ പറയുന്നത്? ശരീരത്തിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കി അതിലൂടെ നമുക്ക് എന്താണ് ട്രീറ്റ്മെന്റ് നടത്താം. അതിനെയാണ് മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് ഏതൊക്കെയാ? കീഹോൾ സർജറി അല്ലെ? കീഹോൾ സർജറിയുടെ മറ്റൊരു പേരാണ് ലാപ്രോസ്കോപ്പിക് സർജറി. ഓക്കെ, ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ കീഹോൾ സർജറി എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? മിനിമലി ഇൻവേസീവ് സർജറിക്ക് എക്സാമ്പിൾ ആണ് കീഹോൾ സർജറി. ഓക്കെ, അപ്പൊ കീഹോൾ സർജറിയിൽ എന്താ ചെയ്യുന്നത്? ഈ ലാപ്രോസ്കോപ്പ് എന്ന് പറയുന്ന ലോങ് ആയിട്ടുള്ള തിൻ ട്യൂബ് ആണ് അല്ലെ? ക്യാമറയും ലൈറ്റും ഘടിപ്പിച്ചിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോങ് തിൻ ട്യൂബ് ആണ് ലാപ്രോസ്കോപ്പ്. ഇതാ ചെറിയ മുറിവിലൂടെ ശരീരത്തിൽ ഇൻസേർട്ട് ചെയ്ത് അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ് കീഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മിനിമലി ഇൻവേസീവ് സർജറീസിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഏതെഴുതാം? കീഹോൾ സർജറി എഴുതാം. ദെൻ ഓപ്പൺ സർജറി. എന്താ ഓപ്പൺ സർജറിയുടെ പ്രത്യേകത? എന്താ? ശരീരത്തിൽ വലിയ മുറിവുണ്ടാക്കി അതിലൂടെ ട്രീറ്റ്മെന്റ് നടത്തുന്നതിനെയാണ് ഓപ്പൺ സർജറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഓപ്പൺ സർജറി.
അപ്പൊ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഓപ്പൺ സർജറി അപേക്ഷിച്ച് കീ ഹോൾ സർജറിക്ക് ഉള്ളത്? എന്തൊക്കെ ബെനിഫിറ്റ് ആണ്? മുറിവായിരിക്കും. ചെറിയ മുറിവായിരിക്കും. ദെൻ പിന്നെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും. സ്പീഡി റിക്കവറി ആണ് അല്ലെ, പെട്ടെന്ന് തന്നെ റിക്കവർ ആകാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്? റോബോട്ട് അസിസ്റ്റഡ് സർജറി ആണ്. ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് കുറവാണ്. ഓക്കെ, ദെൻ റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്താണ്? റോബോട്ട് അസിസ്റ്റഡ് സർജറി ഈ സർജറീസ് എല്ലാം പ്ലാൻ എന്താണ്? ഓക്കെ, റോബോട്ട് അസിസ്റ്റഡ് സർജറീസിന്റെ പ്രത്യേകത എന്താണ്? ഒരു പേഷ്യന്റ് വന്നു ഹോസ്പിറ്റലിലേക്ക്, ഓപ്പറേഷൻ ആയിട്ട് ഒരു പേഷ്യന്റ് വന്നു. അദ്ദേഹത്തിന്റെ CT സ്കാൻ എടുത്തിട്ട് മോഡൽ ക്രിയേറ്റ് ചെയ്ത് അതിലെല്ലാം പ്ലാനുകൾ ചെയ്യുന്നത് ഒരു സർജൻ ആയിരിക്കും. ഓക്കെ, എത്ര ആഴത്തിലുള്ള മുറിവുണ്ടാക്കണം, എവിടെയാണ് ഉണ്ടാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഒരു സർജൻ ആയിരിക്കും. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത് ആരാണ്? റോബോട്ട്സ് ആയിരിക്കും. ഒരു റോബോട്ടിന്റെയോ മെഷീൻസിന്റെയോ ഹെൽപ്പോട് കൂടി ചെയ്യുന്ന സർജറീസിനെയാണ് റോബോട്ട് അസിസ്റ്റഡ് സർജറീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? അപ്പൊ എന്തൊക്കെയായിരുന്നു? എന്താണ് ഇൻക്ലൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് പഠിച്ചു. പിന്നെന്തായിരുന്നു? ഓക്കെ, പിന്നെന്തായിരുന്നു? മിനിമലി ഇൻവേസീവ് സർജറി എന്താണെന്ന് പഠിച്ചു അല്ലേ? അതിന് എക്സാമ്പിൾസ് ആണ് കീ ഹോൾ സർജറി, ലാപ്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു തിൻ ലോങ് ട്യൂബ് ശരീരത്തിനകത്ത് ഇൻസേർട്ട് ചെയ്ത് ആ രീതിയിലാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്. ഓക്കെ, അത് മിനിമലി ഇൻവേസീവ് സർജറിക്ക് എക്സാമ്പിൾസ് ആണ്. ദെൻ പിന്നീട് വരുന്നത് ഏതാണ്? ഓപ്പൺ സർജറി ആണ്. ഓക്കെ, ഓപ്പൺ സർജറി. ദെൻ റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്താ അതിന്റെ പ്രത്യേകത? റോബോട്ടിന്റെ ഹെൽപ്പോട് കൂടിയാണ് സർജറി ചെയ്യുന്നതും ട്രീറ്റ്മെന്റ് നടത്തുന്നതും. ക്ലിയർ ആണോ? ദെൻ ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഒരു ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം ഒരു ഓപ്പറേറ്റിംഗ് റൂം? ജം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. ഒരു ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് ജം ഫ്രീ ആയിരിക്കണം. ദെൻ പിന്നെ അവിടുത്തെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. എയർ കണ്ടീഷൻസ് എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം. ഓക്കെ, കൂൾ ടെമ്പറേച്ചർ ആയിരിക്കണം, എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. പിന്നെന്താണ്? അതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും PPE വെയർ ചെയ്തിരിക്കണം. ഓക്കെ, എന്തുകൊണ്ടാണ് AC അല്ലെങ്കിൽ എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം എന്ന് പറയാൻ കാരണം എന്താ? to prevent infection through bacterial ഇൻഫെക്ഷൻ അല്ലേ? എയർ കണ്ടീഷൻ ഓക്കെ, എന്താണ്? എയർ കണ്ടീഷൻഡ് റൂമിൽ എന്താണ്? ബാക്ടീരിയാസിന് ഗ്രോ ചെയ്യാനോ സ്പ്രെഡ് ചെയ്യാനോ ഉള്ള, അവർ ഇനാക്റ്റീവ് ആയിരിക്കും. അത്തരം സിറ്റുവേഷൻസിൽ ബാക്ടീരിയാസ് ഇനാക്റ്റീവ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം എന്ന് പറയാൻ കാരണം എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ് അതെടുത്തിട്ടില്ലല്ലോ മിസ്? ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റ് വരെ അല്ലേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്? എക്യുപ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്ന് പറയാ ഏതൊക്കെയായിരുന്നു ഓപ്പറേറ്റിംഗ് റൂമിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ടിംഗ് എക്യുപ്മെന്റ്സ്, പിന്നെ എമർജൻസി CPR കൊടുക്കാൻ അങ്ങനെയുള്ള സമയത്ത് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, പിന്നെ ഡയഗ്നോസ്റ്റിക് ടൂൾസ്, ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്സിൽ എന്താണ്? ആ സമയത്ത് ആവശ്യമായ എല്ലാ ഡിവൈസുകളും ഓപ്പറേറ്റിംഗ് റൂമിലെ ടൂൾസുകൾ ഓപ്പറേറ്റിംഗ് റൂമിൽ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് വൺ എന്താണ്? റെസ്പിറേറ്ററി ഡിവൈസസ്. എന്തിനാണ്? ബ്രീത്തിങ്ങിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഡിവൈസുകൾ ഒരു ഓപ്പറേഷൻ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഏതൊക്കെയായിരിക്കാം അത്തരത്തിലുള്ള ഡിവൈസുകൾ? ഒരു പേഷ്യന്റിന് ബ്രീത്തിങ്ങിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഡിവൈസുകൾ ഏതൊക്കെയാണ്? ഓക്സിജൻ സിലിണ്ടർ, ഓക്സിജൻ മാസ്ക്. ഓക്കെ, ഓക്സിജൻ മാസ്ക് പോലുള്ള ഡിവൈസുകൾ ഓപ്പറേഷൻ റൂമിൽ ഉണ്ടായിരിക്കണം. ദെൻ കാർഡിയാക് സപ്പോർട്ട്. എന്താ കാർഡിയാക് സപ്പോർട്ട്? ആ സർജറി പ്രോസസ്സിൽ ഹാർട്ടിന്റെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസുകൾ ഓപ്പറേറ്റിംഗ് റൂമിൽ ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ്? കാർഡിയാക് സപ്പോർട്ട്, ECG, ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? പേസ് മേക്കർ, ഓക്കെ, CPR കൊടുക്കുന്നതിനുള്ള ഫെസിലിറ്റീസ്, ഇത്തരം കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ എന്താണ്? ഓപ്പറേറ്റിംഗ് റൂമിൽ ഉണ്ടായിരിക്കണം. ദെൻ എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ് ഏതൊക്കെയായിരിക്കാം?
എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ, കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ പോലുള്ള എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അതിനുപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഡിവൈസുകൾ എവിടെ ഉണ്ടായിരിക്കണം? ഓപ്പറേറ്റിംഗ് റൂമിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ കാർഡിയാക് അറസ്റ്റ് വന്നാൽ നിങ്ങൾ മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും AED. ഓക്കെ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ കണ്ടിട്ടുണ്ടോ? എന്താണ്? ഹാർട്ടിന്റെ റിതം നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹാർട്ടിലേക്ക് ഒരു ചെറിയ ഷോക്ക്, ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് AED, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. ഓക്കെ, അപ്പൊ അതെന്താണ്? എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസിന് എക്സാമ്പിൾ ആണ് AED എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ് മാം. ദെൻ പേഷ്യന്റ് മോണിറ്റർ. ഓക്കെ, പേഷ്യന്റ് മോണിറ്റർ ഏതൊക്കെയാണ്? പേഷ്യന്റിന്റെ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യാനായിട്ട്, മോണിറ്റർ ചെയ്യാനായിട്ട് ഏതൊക്കെ ഡിവൈസ് ആണ് ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ സെറ്റ് ചെയ്യേണ്ടത്? ഏതൊക്കെ ഉണ്ടായിരിക്കണം? പൾസ് ഓക്സിമീറ്റർ. പൾസ് ഓക്സിമീറ്റർ. ഓക്കെ, തെർമോമീറ്റർ, ECG. ഓക്കെ, അപ്പൊ എല്ലാ പേഷ്യന്റിന്റെ എല്ലാ വൈറ്റൽ സൈൻസും ചെക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ ഡിവൈസുകളെയും പറയുന്നതാണ് പേഷ്യന്റ് മോണിറ്റേഴ്സ്. ക്ലിയർ ആണോ ഇത്? അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. സർജറി ടൈമിൽ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ആ പ്രോപ്പർ ആയിട്ട് ആ ഫംഗ്ഷൻ, ആ പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിന് വേണ്ടി ധാരാളം ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിരിക്കാം അത്? പേഷ്യന്റ് മോണിറ്റർ അല്ലെ, സർജറി പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് നടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് പേഷ്യന്റ് മോണിറ്റേഴ്സ്. ദെൻ വേറെ ഏതൊക്കെയായിരിക്കാം? പോർട്ടബിൾ ആയിട്ടുള്ള പോർട്ടബിൾ എക്സ്റേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കോമീറ്റർ ഇതിൽ വരുമേ? ഓക്കെ, ഗ്ലൂക്കോമീറ്റർ ആവാം. നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസുകളും ഇതിൽ വരുന്നതാണ്. ഓക്കെ, എക്സ്റേസ് വരുന്നുണ്ട്. പിന്നെ ഏതായിരുന്നു? സർജിക്കൽ മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇതെല്ലാം ഏതാണ്? ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആയിട്ട് ഒരു ഓപ്പറേഷൻ റൂമിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഓപ്പറേഷൻ തിയേറ്റർ എന്താണെന്ന് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് പഠിച്ചു, പിന്നെ ഒരു ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെ ആയിരിക്കണം എന്ന് പഠിച്ചു, പിന്നെ എന്തായിരുന്നു ഓപ്പറേറ്റിംഗ് റൂമിലെ എക്യുപ്മെന്റുകൾ, അവിടെ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നും പഠിച്ചു. എല്ലാം ക്ലിയർ ആണോ? ഏതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്സുകൾ? റെസ്പിറേറ്ററി ഡിവൈസ് ആയിട്ട് ഏതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? റെസ്പിറേറ്ററി ഡിവൈസുകൾ വേണം. ഒരു എക്സാമ്പിൾ പറയാനുണ്ട്. ഓക്സിജൻ മാസ്ക്. കാർഡിയാക് സപ്പോർട്ടിന് വേണ്ടിയുള്ള ഡിവൈസുകൾ വേണം. ഏതൊക്കെയാണ്? ഒരു എക്സാമ്പിൾ പറയൂ. കാർഡിയാക് സപ്പോർട്ട്, പേസ് മേക്കർ യൂസ് ചെയ്യാം. ദെൻ എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസിന് എക്സാമ്പിൾ പറയൂ. AED. AED പറയാം. ഓക്കെ, പേഷ്യന്റ് മോണിറ്റേഴ്സ്, BP apparatus, ECG മോണിറ്റർ. ഓക്കെ, ദെൻ ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആയിട്ട് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏതെല്ലാമാണത്? പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ UCG സ്കാനിങ് മെഷീൻ, അതുപോലെ സർജിക്കൽ മൈക്രോസ്കോപ്പ്. എല്ലാം ഇത്തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾസ് ആണ്. അത് ക്ലിയർ ആണ്? എല്ലാവർക്കും ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? മാം, ഇതിൽ തന്നെ ലാരിഞ്ചോസ്കോപ്പ് അങ്ങനെയുള്ളതൊക്കെ വരുമോ? എല്ലാ ഡിവൈസുകളും ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ള ഓപ്പറേറ്റിംഗ് റൂമിനുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഡിവൈസുകളും ഏതാണ്? ഡയഗ്നോസ്റ്റിക് ടൂൾസിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. കേട്ടോ? AED ഫുൾ. ഓക്കെ, AED മീൻസ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. PDF ഇല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. Some of the staff who work in operating theaters consist of the following. ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കും ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എൻട്രി ഉണ്ടോ? പെർമിഷൻ ഉണ്ടോ? ആർക്കൊക്കെയാണ്? ഇല്ല. അപ്പൊ ആർക്കൊക്കെയാണ് ഓപ്പറേഷൻ റൂമിനകത്ത് പ്രവേശിക്കാനായിട്ട് അനുവാദമുള്ളത്? ആർക്കൊക്കെ ആയിരിക്കാം? ഫസ്റ്റ് സർജൻസ്. ഇതിൽ ഫസ്റ്റ് തന്നിരിക്കുന്നത് സർജൻസ് ആണ്. സർജൻസ് ആരാ? ഹു പെർഫോം ദ ഓപ്പറേഷൻസ്. ഓപ്പറേഷൻ ചെയ്യുന്ന ആളെയാണ് സർജൻസ് എന്ന് പറയുന്നത്. എല്ലാ ഓപ്പറേഷൻസും ഒരേ സർജൻ തന്നെയാണോ കണ്ടക്ട് ചെയ്യുന്നത്? അല്ല. ഓരോ സർജറീസിനും എന്താണ് അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള, ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള മെഡിക്കൽ ഡോക്ടേഴ്സ് ആയിരിക്കും സർജറീസ് കണ്ടക്ട് ചെയ്യുന്നത്. റൈറ്റ്? അപ്പൊ സർജൻസ് ഉണ്ടായിരിക്കും. ദെൻ പിന്നെ അനസ്തെറ്റിസ്റ്റ് ആരാ? അനസ്തീഷ്യ കൊടുക്കുന്നതില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കും ഒരു പേഷ്യന്റിന് പെയിൻ മാനേജ്മെന്റിനാണ് അനസ്തേഷ്യ കൊടുക്കുന്നത് അല്ലെ? അപ്പോ അത് നൽകുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും. ദെൻ തിയേറ്റർ നേഴ്സ്.
ക്ലിയർ ആണോ? തിയേറ്റർ നേഴ്സസ് who take care of patient throughout all 4 stages of the operation. ഓപ്പറേഷന്റെ എല്ലാ സ്റ്റേജസിലും ആ പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യുന്നത് ആരാണ്? Nurse. തിയേറ്റർ നേഴ്സസ് ആണ്. തിയേറ്റർ നേഴ്സസ് ആണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം നേഴ്സ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, തിയേറ്റർ നേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം നേഴ്സ്. അപ്പൊ ഒരു 4 സ്റ്റേജസിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ. ഏതൊക്കെയാണ് ആ 4 സ്റ്റേജസ്? പോസ്റ്റ് അല്ലേ? പ്രീ ഒ പി സ്റ്റേജ്, അങ്ങനെ പോസ്റ്റ് ഒ പി സ്റ്റേജ് 4 സ്റ്റേജസ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രീ ഓപ്പറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പറേഷൻ, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നു, അഡ്മിഷൻ എടുത്തു. ഓക്കെ, അഡ്മിഷൻ എടുത്തതിന് ശേഷം ആ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്നത് വരെ, ഓക്കെ, ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ കാലയളവ് അറിയപ്പെടുന്നത് ഏതാണ്? പ്രീ ഓപ്പറേറ്റീവ് ഫേസ് എന്നാണ്. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. ക്ലിയർ ആണോ? പ്രീ ഓപ്പറേറ്റീവ് ഫേസ്. ക്ലിയർ ആണോ? അപ്പോ അവിടെ ആ നേഴ്സസിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഒരു പേഷ്യന്റിനെ ചെക്ക് ചെയ്യേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ്? അവരുടെ BP ഒക്കെ നോർമൽ ആണോ? ഹെൽത്ത് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യണം, വേണ്ട അസസ് ചെയ്യണം. മെഡിക്കൽ റെക്കോർഡ്സുകൾ റിവ്യൂ ചെയ്യണം. സർജറിക്ക് വേണ്ടി പേഷ്യന്റിന് എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. ഒരുക്കേണ്ടതും ഈ തിയേറ്റർ നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ്. ക്ലിയർ ആണോ? പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ് അഡ്മിഷൻ എടുത്ത് ഓപ്പറേഷൻ റൂമിൽ പ്രവേശിക്കുന്നത് വരെയുള്ള ആ ഒരു പീരീഡ് ആണ് പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് ഏതായിരിക്കും? ഇൻട്രാ ഓപ്പറേറ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. ഓക്കെ, PHASC, ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ്. ആ സെക്കൻഡ് ഫേസിന്റെ പ്രത്യേകത എന്താണ്? ആ സെക്കൻഡ് സ്റ്റേജിലാണ് സർജറി നടക്കുന്നത്. ഈ സെക്കൻഡ് സ്റ്റേജിലായിരിക്കും അല്ലെ? അപ്പൊ ആ നേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കാം? സർജറിക്ക് അസിസ്റ്റ് ചെയ്യാം, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എടുത്തു കൊടുക്കല്. വെരി ഗുഡ്. സർജറീസിന് സർജൻ അസിസ്റ്റ് ചെയ്യുക, ഇൻസ്ട്രുമെന്റ്സുകൾ ഹാൻഡ് ഓവർ ചെയ്യുക അല്ലെ, സർജൻ എടുത്തു കൊടുക്കുക. അതേപോലെ തന്നെ പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ആ നേഴ്സസിന്റെ ഡ്യൂട്ടീസ് വരുന്നത്. ദെൻ ദ തേർഡ് സ്റ്റേജ് ഏതാണ്? പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്റ്റേജ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോൾ മുതലാണ്? ഒരു പേഷ്യന്റ് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രവേശിക്കുന്ന ആ ടൈം മുതലാണ് സെക്കൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ഇൻട്രാ ഓപ്പറേറ്റീവ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ എല്ലാ പ്രോസസ്സും ഓപ്പറേഷൻ ആ സർജറി പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പേഷ്യന്റിനെ നെക്സ്റ്റ് റിക്കവറി റൂമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ റിക്കവറി റൂമിൽ വെച്ചാണ് തേർഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? റിക്കവറി റൂമിൽ വെച്ചാണ് തേർഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയായിരിക്കാം ഒരു നേഴ്സസിന്റെ ഡ്യൂട്ടീസ്? അതിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ചിലപ്പോൾ പോസ്റ്റ് ഓപ്പറേഷൻ കെയർ കൊടുക്കേണ്ടത് അല്ലേ? വൂൺസ്, മുറിവുകൾ ഉണ്ടാകാം, സ്റ്റിച്ച് ഉണ്ടാവാം, അതിനെല്ലാം പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്യണം. മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യണം. പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യണം. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഒരു ഓപ്പറേറ്റിംഗ് റൂം നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? ഈ 3 സ്റ്റേജസ് ക്ലിയർ ആണോ? ഏതൊക്കെയാണ് 3 സ്റ്റേജസ്? പ്രീ ഓപ്പറേറ്റീവ് സ്റ്റേജ്, ഇൻട്രാ ഓപ്പറേറ്റീവ് സ്റ്റേജ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്റ്റേജ്. മെയിൻ ആയിട്ട് 3 സ്റ്റേജസ് ആണ് വരുന്നത്. ഏതൊക്കെയായിരുന്നു? പ്രീ ഓപ്പറേറ്റീവ്, ഇൻട്രാ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ്. ആൻഡ് ഇതിനെല്ലാം ഒരുമിച്ച് പറയുന്നതാണ് പെരി ഓപ്പറേറ്റീവ് ഫേസ്. ഓക്കെ, ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ്, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നു, അഡ്മിഷൻ എടുത്തു, അഡ്മിറ്റ് ആയി, അതിനുശേഷം ഡിസ്ചാർജ് ആകുന്നത് വരെയുള്ള ആ എല്ലാ പീരീഡും ഉൾപ്പെടുന്നതിനെയാണ് ഈ 3 PDF-ലുള്ളതാണോ എടുക്കുന്നത്? എന്തോ PDF-ലുള്ളതാണോ എടുക്കുന്നത്? അല്ല, 4 സ്റ്റേജസ് പറയുന്നുണ്ടല്ലോ, ഒരു 4 സ്റ്റേജസ് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ കേറിണ്ടായിരുന്നില്ല, അതുകൊണ്ടൊരു ഡൗട്ട്. ഇവിടെ നമ്മളിപ്പോ ഓപ്പറേഷൻ തിയേറ്റർ ആണ് എടുക്കുന്നത്. അതിലൊരു പോയിന്റ് വരുന്നുണ്ട്, തിയേറ്റർ നേഴ്സസ് എല്ലാ സ്റ്റേജിലും 4 സ്റ്റേജസിലും പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ് 4 സ്റ്റേജസ് എന്ന് പറഞ്ഞതാണ്. PDF ഇല്ല, ജസ്റ്റ് കേട്ടിരിക്കാൻ പറഞ്ഞതാണ്. ഓക്കെ, 4 സ്റ്റേജ് പറഞ്ഞല്ലോ, ഏതൊക്കെയാണെന്ന് അറിയണല്ലോ. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞതാ. ഓക്കെ, ക്ലിയർ ആണോ അപ്പൊ എല്ലാവർക്കും? അപ്പൊ ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ് വരെയുള്ള സ്റ്റേജ് ഏതാ മാം? മെയിൻലി 3 സ്റ്റേജസ് ആണുള്ളത്. ഓക്കെ, എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് പെരി ഓപ്പറേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പെരി ഓപ്പറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ
ഒന്നും കൂടി പറയൂ. ഓക്കെ പറയാം. ഓക്കെ, ഏതാ പറയേണ്ടത്? ഈ സ്റ്റേജസ് ആണോ? 4 സ്റ്റേജസ്. മെയിൻലി 3 സ്റ്റേജസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? പ്രീ ഓപ്പറേറ്റീവ് വരുന്നുണ്ട്, ഇൻട്രാ ഓപ്പറേറ്റീവ് വരുന്നുണ്ട്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വരുന്നുണ്ട്. ഓക്കെ, പ്രീ ഓപ്പറേറ്റീവിൽ എന്താ പ്രത്യേകത? ഒരു പേഷ്യന്റ് വന്നു, അഡ്മിഷൻ എടുത്തു, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തുന്നത് വരെയുള്ള പീരീഡിനെയാണ് ഫസ്റ്റ് ഫേസ് അല്ലെങ്കിൽ ഏത് പ്രീ ഓപ്പറേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഈ ടൈമിൽ നേഴ്സസിന്റെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്? പേഷ്യന്റിനെ അസസ് ചെയ്യണം, വേണ്ടേ? അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അനസ്തേഷ്യക്ക് വേണ്ടി അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടി ആ പേഷ്യന്റിനെ ഒരുക്കേണ്ടതും ഒരു തിയേറ്റർ നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റേജ് ആണ് ഇൻട്രാ ഓപ്പറേറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇൻട്രാ ഓപ്പറേറ്റീവ് സ്റ്റേജിന്റെ പ്രത്യേകത എന്താ? ഓപ്പറേഷൻ തിയേറ്ററിൽ പ്രവേശിക്കുന്ന ആ നിമിഷം മുതലാണ് സെക്കൻഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോ അവിടെ ആ സ്റ്റാഫിന്റെ, ആ നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാം ആയിരിക്കാം? സർജറീസിന് വേണ്ടി സർജനെ അസിസ്റ്റ് ചെയ്യുക, അതിനാവശ്യമായ ഡിവൈസുകൾ എന്താണ് എടുത്തു കൊടുക്കുക, അതേപോലെ തന്നെ പേഷ്യന്റിന്റെ ഹെൽത്ത് ഇവാലുവേറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? ദെൻ ദ തേർഡ് സ്റ്റേജ് ഏതായിരുന്നു? പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്റ്റേജ്. ഓക്കെ, പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? പേഷ്യന്റിന്റെ എല്ലാ സർജറി പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ആ പേഷ്യന്റിനെ റിക്കവറി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കും. അപ്പോൾ റിക്കവറി റൂമിലെത്തുന്ന ആ സമയം മുതലാണ് തേർഡ് സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിലെന്തൊക്കെയാണ് ഡ്യൂട്ടീസ് വരുന്നത്? ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ കെയറും പ്രൊവൈഡ് ചെയ്യണം, വേണ്ടേ? മുറിവുകളെ പരിചരിക്കണം, സ്റ്റിച്ചസ് ഉണ്ടെങ്കിൽ അതിനെ കെയർ കൊടുക്കണം, അതിനാവശ്യമായ കെയർ കൊടുക്കണം, മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യണം, അതേപോലെ തന്നെ എന്താണ് പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ഇവാലുവേറ്റ് ചെയ്യണം, വേണ്ട? വൈറ്റൽ സയൻസുകൾ മോണിറ്റർ ചെയ്യണം. ഓക്കെ, ഇതിനെ മൂന്നെണ്ണത്തിനെയും ഒരുമിച്ച് ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ് വരെയുള്ള പ്രോസസ്സിനെ പറയുന്നതാണ് പെരി ഓപ്പറേറ്റീവ് സ്റ്റേജ് എന്ന്. പെരി ഓപ്പറേറ്റീവ് സ്റ്റേജ്. ഇപ്പോ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാലും ഒരു സർജറി അനുസരിച്ചിട്ട് അത് റിക്കവർ ആവാൻ വേണ്ടിട്ട് ഇപ്പൊ 90 ഡേയ്സ് അല്ലെങ്കിൽ ഓരോ സർജറി അനുസരിച്ച് ഡേയ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഡേയ്സിലൊക്കെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് തന്നെയല്ലേ പറയാ? പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ്, ആ ഒരു പീരീഡ് വരെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് മെയിൻ ആയിട്ട് 3 സ്റ്റേജസ് ആണ്: പ്രീ ഓപ്പറേറ്റീവ്, ഇൻട്രാ ഓപ്പറേറ്റീവ്, പോസ്റ്റ് ഓപ്പറേറ്റീവ്. കേട്ടോ, 3 സ്റ്റേജസ് ആണ് മെയിൻലി വരുന്നത്. ഇത് ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പൊ ഇതിലെല്ലാം ആ 4 സ്റ്റേജസിലും, ഈ മെയിൻ ആയിട്ട് പറയുന്ന 3 സ്റ്റേജസിലും പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യേണ്ടത് തിയേറ്റർ നേഴ്സ്, ആ കാറ്റഗറിയിലുള്ള നഴ്സുമാരാണ്. ക്ലിയർ ആണോ? ദെൻ നെക്സ്റ്റ് വരുന്നത് ആരാണ്? അപ്പൊ സർജന്റെ കാര്യം പറഞ്ഞു, അനസ്തീഷ്യ ഡോക്ടർ പറഞ്ഞു, തിയേറ്റർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം നേഴ്സസ് ഓപ്പറേറ്റിംഗ് റൂമിൽ ഉണ്ടായിരിക്കണം. ദെൻ അടുത്തത് ആരാണ്? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ഹു ഷിഫ്റ്റ് പേഷ്യൻസ് ബിറ്റ്വീൻ ദ വാർഡ്സ് ആൻഡ് ദി ഓപ്പറേറ്റിംഗ് തിയേറ്റർ. ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്ത് പേഷ്യന്റിനെ റിക്കവറി റൂമിലേക്ക് മാറ്റുന്നത് ആരായിരിക്കും? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ആണ്, അല്ലേ? അതേപോലെ തന്നെ വാർഡിലേക്ക്, അതിനുശേഷം ആ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുന്നതും തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അവരുടെ ഹെൽപ്പും എന്താണ് ഒരു ഓപ്പറേറ്റിംഗ് റൂമിന് ആവശ്യമാണ്. അതേപോലെ തന്നെയാണ് കാർഡിയോഗ്രാഫേഴ്സ്. കാർഡിയോഗ്രാഫേഴ്സ് ടു മോണിറ്റർ ദ ECG മെഷീൻസ്, ഇലക്ട്രോ കാർഡിയോഗ്രാം മെഷീൻസ് മോണിറ്റർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി കാർഡിയോഗ്രാഫേഴ്സിനാണ്, അല്ലേ? എല്ലാ ഹാർട്ട് ഫങ്ഷൻസും പ്രോപ്പർ ആയിട്ട്, അല്ലെ ഹാർട്ടിന്റെ റേറ്റ്, റിതം എല്ലാം പ്രോപ്പർ ആയിട്ടാണോ എന്ന് മോണിറ്റർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും ആർക്കാണ്? കാർഡിയോഗ്രാഫേഴ്സിനാണ്. ദെൻ ഹു ഇസ് റേഡിയോഗ്രാഫേഴ്സ്? റേഡിയോഗ്രാഫർ ആരാ? എക്സ്റേക്ക് വേണ്ടി വരികയാണെങ്കിൽ അത് ചെക്ക് ചെയ്യാനായിട്ട് എക്സ്റേസ് ഒക്കെ വേണ്ടി വന്നാൽ അത് എടുക്കേണ്ടി വരുന്ന മെഡിക്കൽ ഇമേജസിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റേഡിയോഗ്രാഫേഴ്സിന്റെ എന്താണ് ഹെൽപ്പും സർജന് ഓപ്പറേറ്റിംഗ് റൂമിൽ അവൈലബിൾ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ ആരൊക്കെയാണ് ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ ഉണ്ടായിരിക്കുന്നത്? സർജൻ. ഫസ്റ്റ് വൺ ആരായിരുന്നു? സർജൻ, അനസ്തെറ്റിസ്റ്റ്, തിയേറ്റർ നഴ്സ്, തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്, cardiograpers and radiographers. എല്ലാവർക്കും ക്ലിയർ ആണോ? ഇത് ഇത്രയും ക്ലിയർ ആണോ? അത് രണ്ടാമത്തെ ഒന്ന് പറയാമോ? സർജൻ കഴിഞ്ഞിട്ട് അനസ്തെറ്റിസ്റ്റ് ആരാ? പെയിൻ മാനേജ്മെന്റിന് ആവശ്യമായ മെഡിസിൻസ്, അനസ്തേഷ്യ കൊടുക്കുന്ന സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ ആണ് അനസ്തെറ്റിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ സേവനവും ഓപ്പറേറ്റിംഗ് റൂമിൽ ഉണ്ടായിരിക്കണം.
Then next topic ആണ് policy to enter in an operation theatre. Policy to enter in an operation theatre. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫിലെ എല്ലാ ആളുകൾക്കും പ്രവേശിക്കാൻ സാധ്യമല്ല അല്ലേ? അതിന് ചില പ്രോട്ടോകോൾസ് ഉണ്ട്. ആ പ്രോട്ടോകോൾസ് പ്രകാരമായിരിക്കണം ആളുകൾ പ്രവേശിക്കേണ്ടത്. ചില പോളിസീസ് ഉണ്ട്. അപ്പൊ എന്താണ് പോളിസി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന്, അല്ലെങ്കിൽ ആ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത് ഒരു ജെം ഫ്രീ എൻവയോൺമെന്റ് ആണ് അല്ലെ? ആ എൻവയോൺമെന്റ്, ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹോസ്പിറ്റൽസ് നൽകുന്ന എന്താണ് ഇൻസ്ട്രക്ഷൻസിനെയാണ്, മാർഗനിർദ്ദേശങ്ങളെയാണ് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളിസീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ ഫോളോ ചെയ്യേണ്ട, എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ് പോളിസീസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ്. ക്ലിയർ ആണോ? അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളവർ ആരൊക്കെയാണ്? സർജൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? സർജൻസ് വരുന്നുണ്ട്, തിയേറ്റർ സ്റ്റാഫ് വരുന്നുണ്ട്, പിന്നെ ആരായിരുന്നു? അനസ്തെറ്റിസ്റ്റ് വരുന്നുണ്ട്, റേഡിയോഗ്രാഫേഴ്സ്, കാർഡിയോഗ്രാഫേഴ്സ് എന്നിവർക്കാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു ഓപ്പറേറ്റിംഗ് റൂം, പേഴ്സണൽ ആൻഡ് ഷോ യുവർ ID. അപ്പൊ നേരത്തെ പറഞ്ഞ ആ ഗ്രൂപ്പിൽ പെടാത്ത ആളുകളാണ്, ആ ഗ്രൂപ്പിൽ ഉൾപ്പെടാത്ത ആളുകളാണ് വരുന്നതെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം? സൂപ്പർവൈസറിൽ നിന്നും ഒരു പ്രിയർ അപ്രൂവൽ, ഒരു മുൻകൂർ അനുമതി നേടിയിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ പർപ്പസ് മെൻഷൻ ചെയ്തിരിക്കണം, ID കാർഡ് കാണിച്ചിരിക്കണം. ക്ലിയർ ആണോ? അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. Then second പോയിന്റിൽ എന്താണ്? ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റെൻഡേഴ്സ് ആൻഡ് ഷിപ്ഡ് നെയിൽ പോളിഷ് പ്രൊട്ടക്ട് മോർ മൈക്രോ ഓർഗാനിസംസ് ദാൻ ഹാൻഡ്സ് ആൻഡ് ക്യാൻ പോസിബിളി ടൈം ദ സ്റ്റെറൈൽ ഏരിയ, സോ അവോയ്ഡ് ഇറ്റ്. ഓക്കെ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മൾ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ആർട്ടിഫിഷ്യൽ നെയിൽസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം, എക്സ്റ്റെൻഡേഴ്സ് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം, അതേപോലെ നെയിൽ പോളിഷ് ഇല്ല എന്നും ഉറപ്പുവരുത്തണം. എന്തിനു വേണ്ടിയാണ്? ആ ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ, ഹാൻഡ്സിലുള്ളതിനേക്കാൾ കൂടുതൽ ബാക്ടീരിയാസ് ഇത്തരത്തിലുള്ള നെയിൽസിന്റെ അടിയിൽ, അല്ലെങ്കിൽ ചിപ്ഡ് ആയിട്ടുള്ള നെയിൽ പോളിഷിന്റെ അടിയിൽ ഗ്രോ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അതിന് ഈസിലി എന്താണ് റിമൂവ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടി, ആ ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഓപ്പറേറ്റിംഗ് റൂമിനകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് എല്ലാ സ്റ്റാഫുകളും ആർട്ടിഫിഷ്യൽ നെയിൽസ് ഇല്ല എന്നും നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടത് എന്താണ്? അങ്ങനെ ഒരു പ്രോട്ടോകോൾസ് ഉണ്ട്, അതൊരു പോളിസിയാണ്, അതെല്ലാവരും പാലിച്ചിരിക്കണം. ക്ലിയർ ആണോ? ആൻഡ് തേർഡ് വൺ, റിമൂവ് ഓൾ ജ്വല്ലറീസ്. എല്ലാ ജ്വല്ലറീസും, ഓപ്പറേറ്റിംഗ് റൂമിനകത്ത് പ്രവേശിക്കുന്ന എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും ജ്വല്ലറീസ് റിമൂവ് ചെയ്തിരിക്കണം. എന്തിനൊക്കെ വേണ്ടിയായിരിക്കാം ഈ ജ്വല്ലറീസ് റിമൂവ് ചെയ്യാനായിട്ട് പറയുന്നത്? എന്തൊക്കെ റീസൺ കൊണ്ടായിരിക്കാം? സ്റ്റെറൈൽ ആയിരിക്കണം എന്ന് വെച്ചിട്ടാവാം, വൃത്തിയുടെ ചിലപ്പം. ഓക്കെ, ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം. അല്ല, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയായിരിക്കാം. ഓക്കെ, അതുകൂടാതെ തന്നെ നമ്മുടെ ഹാൻഡിലുള്ളതിനേക്കാൾ കൂടുതൽ ജെംസുകൾ ഈ റിങ്സിന്റെ അല്ലെങ്കിൽ ബാംഗിൾസിന്റെ ഒക്കെ ഉള്ളില്, വളകളുടെ ഉള്ളില് അടിഞ്ഞുകൂടാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? റിങ്സ്, ബാംഗിൾസ് പോലുള്ള ജ്വല്ലറീസിൽ അടിഞ്ഞുകൂടാനായിട്ട് സാധ്യതയുണ്ട്. ഇതിനെ ഈസിലി റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാനായിട്ടാണ് ഈ ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഗ്ലൗസുകൾ, സ്റ്റെറൈൽ ഗ്ലൗസുകൾ വെയർ ചെയ്യേണ്ടി വരാറുണ്ട് അല്ലെ? ഓപ്പറേറ്റിംഗ് റൂമിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഗ്ലൗസ് വെയർ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? PPE വെയർ ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിടാനുള്ള ഒരു ഈസിനെസിന് വേണ്ടിയാണ് അല്ലെ? ചിലപ്പോൾ എന്താണ്, ഇത്തരം റിങ്സിലൊക്കെ കൊണ്ട് അത് കീറിപ്പോവാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം ഒരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയും ജ്വല്ലറീസ് റിമൂവ് ചെയ്യണം. പിന്നെ വേറെ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടോ? പിന്നെ അത് ഷാപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പം അറിയാതെ പേഷ്യന്റിന്റെ മേലെ തട്ടി ചിലപ്പം പേഷ്യന്റിന്റെ സേഫ്റ്റിയെ ബാധിക്കുന്നതാണ്. അതുകൂടാതെ മെറ്റൽ ജ്വല്ലറീസ് ആണെങ്കിൽ അത് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നതാണ് അല്ലെ? അപ്പൊ അതിലൂടെ ഈ ഡിവൈസുകൾ, ഇലക്ട്രോണിക് ഡിവൈസുകൾ യൂസ് ചെയ്യുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് ഇഞ്ചുറീസ്, ബേൺസ് ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്തതിനു ശേഷമായിരിക്കണം ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ പ്രവേശിക്കണമെന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ജ്വല്ലറി ഒഴിവാക്കുന്നത് എന്തിനാ? എന്തോ? എക്സ്റേസിലൊക്കെ ഇല്ലേ, എക്സ്റേ ഒക്കെ എടുക്കുമ്പോ ജ്വല്ലറി ഒഴിവാക്കുന്ന എന്തിനായിരുന്നു?
നമ്മളൊരു ചാപ്റ്ററിൽ പഠിച്ചായിരുന്നല്ലോ, എന്തായിരുന്നു റീസൺ? ഇലക്ട്രോണിക് സ്കേപ്പ് ആവും. ആ ഓക്കെ, നമ്മൾ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അത്. അയണൈസിങ് റേഡിയേഷൻ എന്നൊരു അവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പൊ പോളിസീസ് ക്ലിയർ ആണോ? സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ്. ഫസ്റ്റ് എന്താണ്, ആ റൂമിൽ അകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മളുടെ എയിം എന്താണ് പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നെയിൽസ്, ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റെൻഡേഴ്സ്, ചിപ്ഡ് നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്തിരിക്കണം. പിന്നെന്തായിരുന്നു, ഓൾ ജ്വല്ലറീസ് റിമൂവ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? യെസ് മാം. എന്താണ്, put on surgical clothes. Surgical clothes must be worn only in the surgical area. Next point കൂടി നോക്കിക്കോളൂ. Cover shoes as per agency policy. Also to cover head, caps are used. Surgical mask also as per policies. അപ്പൊ ഒരു ഓപ്പറേഷൻ റൂമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വെയർ ചെയ്യേണ്ടത്? PPE വെയർ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ? എന്തൊക്കെയാണ്? സർജിക്കൽ ക്ലോത്ത്, ഗ്ലൗസ്, മാസ്ക്, ക്യാപ്പ്, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഡിവൈസുകൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ നമ്മൾ ധരിച്ചിരിക്കണം അല്ലേ? അപ്പോൾ ആ ഇൻഫെക്ഷന്റെ റിസ്ക് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം ഒരു ബാരിയർ ആയിട്ടാണ് ഇത്തരം ക്ലോത്ത്സ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്താണ്, സ്ക്രബ് സ്യൂട്ട് എന്ന് പറയും. സ്ക്രബ് സ്യൂട്ട് അതെന്താണ്, ടോപ്സ് ആൻഡ് പാന്റ് ആണ്. ഓക്കെ, ടോപ്സും പാന്റും ഉൾപ്പെടുന്നതാണ് സ്ക്രബ് സ്യൂട്ട് എന്ന് പറയുന്നത്. എന്താണ്, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്രീത്തബിൾ ആയിട്ടുള്ള ഫാബ്രിക് കൊണ്ടായിരിക്കും ഇത്തരം ക്ലോത്ത് ഡ്രസ്സ് നിർമ്മിക്കുന്നത്. അതിനു മുകളിലായിട്ടാണ് സർജിക്കൽ ഗൗൺസ് വെയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ സ്ക്രബ് സ്യൂട്ടിന് മുകളിലായിട്ടാണ് സർജിക്കൽ ഗൗൺസ് വെയർ ചെയ്യേണ്ടത്. ഗൗൺസ് രണ്ട് രീതിയിലുള്ളതാകാം. ഒന്നെന്താണ്, ഡിസ്പോസിബിൾ ചെയ്യുന്ന രീതിയിലുള്ള ഗൗൺസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ്, റീയൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വീണ്ടും പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് സ്റ്റെറൈൽ ചെയ്തിട്ടുള്ള ഗ്ലൗസുകൾ വീണ്ടും റീയൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പൊ അത്തരത്തില് രണ്ട് ടൈപ്പ് ഓഫ് ഗൗൺസുകൾ വരുന്നുണ്ട്. ഈ ഗൗൺസിന്റെ പ്രത്യേകത, എന്തിനു വേണ്ടിയാണ് ഈ ഗൗൺസ് വെയർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? സ്ക്രബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രബ്സ് പറഞ്ഞ സ്ക്രബ് സ്യൂട്ട്, ടോപ്പ് ആൻഡ് പാൻസ് അവർ ധരിക്കുന്ന ഡ്രസ് ഇല്ലേ, അറ്റയർ ഇല്ലേ, അതിനെയാണ് സ്ക്രബ് സ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഗൗൺസ് പറഞ്ഞു. സർജിക്കൽ ഗൗൺസിന്റെ പ്രത്യേകത എന്താണ്? ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഇത്തരം ഗൗൺസ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസ്, ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡിന്റെയോ എന്തെങ്കിലും സ്പ്ലാഷ് ഉണ്ടായാൽ അതിനെ അബ്സോർബ് ചെയ്യാത്ത, അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് എന്ത്, സർജിക്കൽ ഗൗൺസ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ? സർജിക്കൽ ഗൗൺസ് എന്താണെന്ന് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഷൂസ് എങ്ങനെയായിരിക്കണം? ഷൂസ് ഓപ്പറേറ്റിംഗ് റൂമിനകത്ത് കവർ, ഡിസ്പോസിബിൾ കവർ യൂസ് ചെയ്ത് എന്താണ്, ഷൂസ് കവർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, ഓപ്പറേറ്റിംഗ് റൂമിനകത്ത് മാത്രം ധരിക്കാൻ കഴിയുന്ന ഫുട്വെയർസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. പിന്നെ ഫേസ് ഷീൽഡ് ഉപയോഗിക്കണം. എന്തിനു വേണ്ടിയാണ്? ഐനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ഫേസ് ഷീൽഡ് ഉപയോഗിക്കേണ്ടതുണ്ട് അല്ലെ? ബ്ലഡോ ബോഡി ഫ്ലൂയിഡിന്റെയോ സ്പ്ലാഷ് ഉണ്ടായാൽ നമ്മുടെ ഐനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് ആവശ്യമായ ഫേസ് ഷീൽഡ് വെയർ ചെയ്തിരിക്കണം. ദെൻ മാസ്ക് എന്തിനു വേണ്ടിയാ വെയർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാ മാസ്ക്? ഫസ്റ്റ് റീസൺ എന്താണ്? ഹാംഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമ്മൾ ഇൻഹേൽ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് മാസ്ക് വെയർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ എന്താണ്, റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ഉണ്ടായിരിക്കാം അല്ലെ? അത് ആ ജെം ഫ്രീ എൻവയോൺമെന്റിനെ കണ്ടാമിനേറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയും മാസ്ക് വെയർ ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ ലെവൽ ഓഫ് കെയർ, ഏത് രീതിയിലുള്ള കെയർ ആണ് വേണ്ടത് ആ ലെവലിനനുസരിച്ചുള്ള മാസ്ക് ആയിരിക്കണം. സർജിക്കൽ മാസ്കോ N95 മാസ്കോ നിങ്ങൾക്ക് വെയർ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? മാസ്ക് കഴിഞ്ഞു. ദെൻ പിന്നെ എന്താ പറയുന്നത്, ഹെയർ കവർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഹെയർ എന്താണ്, പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തിരിക്കണം. ഹെയർ മൂലമോ ഡാൻഡ്രഫ് മൂലമോ ആ ജെം ഫ്രീ എൻവയോൺമെന്റ് കണ്ടാമിനേറ്റ് ആകാൻ പാടുള്ളതല്ല. അപ്പൊ അതിനു വേണ്ടി എന്ത് ചെയ്തിരിക്കണം? ഹെയർ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ പറഞ്ഞത്? സർജിക്കൽ ക്ലോത്ത്സിൽ ഏതൊക്കെയാ ഉൾപ്പെടുന്നത്? ഗൗൺസ് അല്ല, ഗൗൺസ് പറഞ്ഞു. ഗൗൺസ് എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം? ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരുന്നു. റെസിസ്റ്റൻസ് മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഗൗൺസ് വെയർ ചെയ്തിരിക്കണം. പിന്നെന്തായിരുന്നു? ഫേസ് ഷീൽഡ്
മാസ്ക്, ഷീൽഡ്, മാസ്ക് പറഞ്ഞു. ഹെയർ ക്യാപ്സ്, ഷൂസും അതേപോലെ കവർ ചെയ്തിരിക്കണം. ഓക്കെ. മാസ്ക് പറഞ്ഞു, ഫേസ് ഷീൽഡ് പറഞ്ഞു, ദെൻ ക്യാപ്സ്, ഓക്കെ. ക്ലിയർ അല്ലേ അത്? Then next point നോക്കിക്കോളൂ. Perform a surgical hand scrub as per agency policy. Surgical hand scrubs reduce bacterial count on hands before applying sterile gloves. എന്താണ് സ്ക്രബിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മളൊരു സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, ചില പ്രോസസ്സിലൂടെ കടന്നു പോകണം. എന്തൊക്കെയാണത്? എന്തൊക്കെയായിരിക്കാം? എന്താണ് സ്ക്രബിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാല്? ഹാൻഡ് വാഷിംഗ്, ഹാൻഡ് നന്നായിട്ട് കഴുകിയിരിക്കണം. പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തതിന് ശേഷമായിരിക്കണം ഒരു സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യാനായിട്ട്. അപ്പൊ എന്തൊക്കെയാണ് അതിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില പ്രോസസ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഓൾ ജ്വല്ലറീസ് റിമൂവ് ചെയ്തിരിക്കണം. വെരി ഗുഡ്. എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്തിരിക്കണം. അതിനുശേഷം എന്തുറപ്പ് വരുത്തണം? നെയിൽസ് ഒക്കെ കട്ടാണോ എന്നുള്ളത് നെയിൽസ് എല്ലാം ഓക്കെ, എക്സ്റ്റെൻഡേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ നെയിൽ പോളിഷ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് എന്താണ്? ഒരു പോളിസിയാണ്. അതിനുശേഷമായിരിക്കണം ഇനീഷ്യൽ ഹാൻഡ് വാഷിങ്സ് അല്ലെ. നമ്മളൊരു വാം വാട്ടറിൽ 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഹാൻഡ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. അതിനുശേഷമാണ് സ്ക്രബിംഗ് മെത്തേഡ് വരുന്നത്. സ്ക്രബിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അപ് ടു എൽബോ വരെ നമ്മൾ ഓരോ ഈച്ച് പാർട്ടും ഓരോ ഭാഗങ്ങളും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം. അതിനുശേഷമാണ് ഡ്രൈ ചെയ്തതിന് ശേഷമായിരിക്കണം സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഇതിനെ സ്ക്രബിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ. Then the last point, asbestos denote absence of disease causing microorganism. Aseptic technique is a method used to avoid contamination from infectious agents, and it is used to keep alive a germ-free environment in the operating room. എന്താണ് അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറഞ്ഞാല്? അസെപ്റ്റിക് ടെക്നിക്സ് ക്ലീൻ ആയിട്ടുള്ളത്. ഓക്കെ. നമ്മൾ എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു? ജെം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണം, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യണം. അതിനെല്ലാം വേണ്ടി ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ ഫോളോ ചെയ്യുന്ന ചില മെത്തേഡ്സുകൾ ഉണ്ട്. അതിനെയാണ് അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സുകൾ? എന്തൊക്കെയായിരിക്കാം? ഓക്കെ. ആ ജെം ഫ്രീ എൻവയോൺമെന്റ്, ഓപ്പറേറ്റിംഗ് റൂമിലെ ആ ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും ഫോളോ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ. അതിനെയാണ് അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യേണ്ടത്? ഹാൻഡ് വാഷ്, PPE വെയർ ചെയ്യണം വേണ്ടേ? എന്തിനു വേണ്ടിയാ PPE വെയർ ചെയ്യുന്നത്? ഇൻഫെക്ഷൻസ് വെറുതെ എന്തെങ്കിലും ഇൻഫെക്ഷനെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ. ആ ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ്, പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് PPE വെയർ ചെയ്യുന്നത് അല്ലേ. അതേപോലെ അവർ ഫോളോ ചെയ്യുന്ന മറ്റ് മെത്തേഡ്സ്, ടെക്നിക്സുകൾ ഏതൊക്കെയാ? ഹാൻഡ് സ്ക്രബ് ചെയ്യുക, ഹാൻഡ് സ്ക്രബ് ചെയ്യുക, ദെൻ പിന്നെ ഫേസ് ഷീൽഡ്, മാസ്ക്, അതൊക്കെ ഫേസ് ഷീൽഡ്, മാസ്ക്, ഓക്കെ, ഇതൊക്കെ വെയർ ചെയ്യണം. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നെയിൽസ്, അങ്ങനെ ചിപ്ഡ് ആയിട്ട് നെയിൽ പോളിഷ് അതൊക്കെ യൂസ് ചെയ്യാതിരിക്കുക. ചിപ്ഡ് ആയിട്ടുള്ള നെയിൽ പോളിഷ് റിമൂവ് ചെയ്യണം. നെയിൽ പോളിഷ് യൂസ് ചെയ്യാനേ പാടില്ല. ഓക്കെ. നെയിൽസ് ട്രിം ചെയ്തിരിക്കണം. സ്ക്രബ് സ്യൂട്ട് ധരിക്കുക. ഓക്കെ. സ്ക്രബ് സ്യൂട്ട് ധരിക്കണം. അതേപോലെ ക്യാപ്സ്, ഹെയറിനെ കവർ ചെയ്തിരിക്കണം. ഷൂസ് കവർ ചെയ്തിരിക്കണം. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓപ്പറേറ്റിംഗ് റൂമിൽ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും എങ്ങനെയുള്ളതായിരിക്കണം? സ്റ്റെറൈൽ ആയിരിക്കണം.
ആയിട്ടുള്ള ജെം ഫ്രീ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ദെൻ ആ പ്രോപ്പർ ആയിട്ട് ആ സർഫസ് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് സൊല്യൂഷൻ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? സ്പില്ലേജസ് ഒക്കെ അപ്പാപ്പ നീക്കം ചെയ്യണം. സ്പില്ലേജസിന് ഓക്കെ നമ്മൾ മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജിൽ പഠിച്ചല്ലേ, ഓരോ സ്പില്ലേജിനെയും എന്താണ് അതിന് ആപ്റ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കണം നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ് മാം. ഇതിനെ ഇത്തരം ടെക്നിക്സിനെയാണ്, ഈ മെത്തേഡ്സിനെയാണ് നമ്മൾ അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. അസെപ്റ്റിക് ടെക്നിക്സ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് പ്രവേശിക്കുന്നതിനുള്ള പ്രോട്ടോകോൾസ്, എന്തൊക്കെ പോളിസീസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെയായിരിക്കാം? ഇതിനകത്ത് കയറുന്ന ആൾക്കാർ അല്ലാതെ സർജൻസ് അങ്ങനെയുള്ളവരല്ലാതെ ആരെങ്കിലും പുറത്തുനിന്ന് കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശവും അവരുടെ പേഴ്സണൽ ഐഡിയും കാണിച്ചിട്ട് വേണം കയറാനായിട്ട്. അതുപോലെ ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റെൻഡേഴ്സ്, ചിപ്ഡ് നെയിൽ പോളിഷ് അതൊന്നും വിയർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. പിന്നെ എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്തിരിക്കണം. അതുപോലെ സ്ക്രബ് സ്യൂട്ട് ധരിക്കുക. പിന്നെ ഷൂ കവേഴ്സ്, പിന്നെ ഹെയർ കവർ ചെയ്യുന്ന ക്യാപ്പുകള്, അതുപോലെ സർജിക്കൽ മാസ്ക് അതൊക്കെ ധരിക്കുക. അതുപോലെ ഹാൻഡ് സ്ക്രബ് ചെയ്തിട്ട് വേണം സ്റ്റെറൈൽ ഗ്ലൗസ് ധരിക്കാനായിട്ട്. അതുപോലെ അസെപ്റ്റിക് ടെക്നിക്സ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓപ്പറേഷൻ റൂമിൽ, ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ എൻട്രി ചെയ്യുന്നതിന് മുൻപ് ഫോളോ ചെയ്യേണ്ട പോളിസീസ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ആണ് ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരീസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീയിങ് ഡൺ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം, മതിയോ? ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീയിങ് ഡൺ. ആ ടോപ്പിക്കും പിന്നെ ഒരു സോണുകൾ വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് തിയേറ്ററിനെ ഡിഫറെന്റ് സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ ടോപ്പിക്കും എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത്? എന്തായിരുന്നു ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറഞ്ഞാല്? എന്താണ് ഓപ്പറേറ്റിംഗ് റൂം? സർജറി ചെയ്യുന്ന സർജറി പ്രൊസീസ് ചെയ്യുന്ന ഒരു റൂം, അല്ലെങ്കിൽ ഒരു എവിടെയാണോ സ്ഥലം ആ സ്ഥലത്തിനെയാണ് ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത്. സ്പെഷ്യൽ റൂമിനെയാണ് ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ സർജറീസ് ഉണ്ട്. ഏതൊക്കെയാണ്? മിനിമലി ഇൻവേസീവ് ആൻഡ് ഓപ്പൺ സർജറി. മിനിമലി ഇൻവേസീവ് സർജറി ഉണ്ട്. അതിലെന്താ ചെയ്യുന്നത്? ചെറിയ മുറിവിലൂടെയാണ് അതിനകത്തേക്ക് ഒരു ഇൻസേർട്ട് ചെയ്ത്, അല്ലെ, അതിനകത്തേക്ക് ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് അങ്ങനെയാണ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്. അതിനെയാണ് മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറയുന്നത്. അപ്പൊ മിനിമലി ഇൻവേസീവ് സർജറിക്ക് എക്സാമ്പിൾ ഏതെഴുതാം? ലാപ്രോസ്കോപ്പിക് സർജറി എഴുതാം. എന്താണ് എന്ന് പറഞ്ഞാല്? ഒരു ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആയിട്ടുള്ള ലോങ് ക്യാമറയും ലൈറ്റും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു തിൻ ലോങ് ട്യൂബ് ആണ് ലാപ്രോസ്കോപ്പ്. അത് ശരീരത്തിനകത്ത് ഇൻസിഷനിലൂടെ അകത്ത് ഇൻസേർട്ട് ചെയ്താണ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതിനെയാണ് കീ ഹോൾ സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതാണ് ഓപ്പൺ സർജറി. എന്താണ്? വലിയ മുറിവുണ്ടാക്കി അതിലൂടെ ട്രീറ്റ്മെന്റ് നടത്തുന്നതിനെയാണ് ഓപ്പൺ സർജറി എന്ന് പറയുന്നത്. ദെൻ റോബോട്ട് അസിസ്റ്റഡ് സർജറീസിന്റെ പ്രത്യേകത എന്താണ്? അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് അസിസ്റ്റ് ചെയ്യുന്നത് റോബോട്ട്സ് ആയിരിക്കും. റോബോട്ട്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് ഇത്തരം സർജറീസ് നടത്തുന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് റൂം എൻവയോൺമെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എങ്ങനെയായിരിക്കണം ഒരു ഓപ്പറേറ്റിംഗ് റൂം എന്ന് പറയുന്നത്? ഓക്കെ, പിന്നെന്താണ്? പ്രൊട്ടക്റ്റീവ് PPE കിറ്റ് ധരിക്കണം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് PPE വെയർ ചെയ്തിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? മാസ്ക്, എക്യുപ്മെന്റ്സ് ഒക്കെ വേണം. ആവശ്യത്തിനുള്ള എല്ലാ ഡിവൈസുകളും എല്ലാ എക്യുപ്മെന്റ്സുകളും ഓപ്പറേറ്റിംഗ് റൂമിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് റൂമിന് വേണ്ടി അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഏതെല്ലാമാണ്? റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്, patient monitors, diagnostic tools, emergency tools. എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയൂ. AED, AED എന്താ?
defibrillator, automated external defibrillator. ഡെഫിബ്രിലേറ്റർ. ഓക്കെ, അതൊരു ഏതാണ് എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസിന് എക്സാമ്പിൾസ് ആണ്. ദെൻ പേഷ്യന്റ് Oxygen മോണിറ്റേഴ്സ് support. ഒരു എക്സാമ്പിൾ. ഓക്കെ, ദെൻ ഡയഗ്നോസ്റ്റിക് ടൂൾസിന് എക്സാമ്പിൾസ് പറയൂ. Portable X-ray, ഏതൊക്കെയാണ്? surgical microscope, സർജിക്കൽ Radiological മൈക്രോസ്കോപ്പ്. devices. thermometer. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. ദെൻ ഏതൊക്കെ സ്റ്റാഫുകൾക്കാണ് ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എൻട്രി ഉള്ളത്, പെർമിഷൻ ഉള്ളത്? ആരൊക്കെയാണ്? Surgeon, anesthesiologist, theater nurse, supporting workers. സർജൻസ് പറഞ്ഞാൽ ഓപ്പറേഷനിൽ സർജറി ചെയ്യാനായിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡോക്ടർ ആണ് അല്ലേ. അതേപോലെ അനസ്തേഷ്യ കൊടുക്കാനായിട്ട് പെയിൻ മാനേജ്മെന്റിന് ആവശ്യമായ മരുന്ന് അനസ്തേഷ്യ നൽകുന്ന ഡോക്ടറാണ് അനസ്തെറ്റിസ്റ്റ്. ദെൻ തിയേറ്റർ നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? എല്ലാ സ്റ്റേജസിലും പേഷ്യന്റിനെ ടേക്ക് കെയർ ചെയ്യേണ്ട തിയേറ്റർ നേഴ്സസ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം നേഴ്സിനാണ്. ഓക്കെ, ഏതൊക്കെയാണ് ആ സ്റ്റേജസ്? ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ, പഠിക്കേണ്ട ആവശ്യമില്ല. Pre-operative stage, intraoperative and post-operative. ഓക്കെ, പ്രീ ഓപ്പറേറ്റീവിലാണ്. ഓപ്പറേഷൻ തിയേറ്ററിന് മുൻപ് വരെയുള്ള ആ ഒരു പീരീഡ് ആണ് പ്രീ ഓപ്പറേറ്റീവ് എന്നറിയപ്പെടുന്നത്. ആ ടൈമിലാണ് പേഷ്യന്റിന്റെ എല്ലാ ഹെൽത്ത് കണ്ടീഷനും ഇവാലുവേറ്റ് ചെയ്യുന്നു, മെഡിക്കൽ റെക്കോർഡുകൾ അസസ് ചെയ്യുന്നു, ഓപ്പറേഷന് വേണ്ടി പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഇൻട്രാ ഓപ്പറേറ്റീവിലാണ് ഓപ്പറേഷൻ നടക്കുന്നത്. ആ പീരീഡിലാണ്, ഇൻട്രാ ഓപ്പറേറ്റീവ് സ്റ്റേജിലാണ്. അവിടെയുള്ള നേഴ്സസിന്റെ ഡ്യൂട്ടീസ് എന്തെല്ലാമാണ്? സർജനെ അസിസ്റ്റ് ചെയ്യുക, അതിനാവശ്യമായ എക്യുപ്മെന്റ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ എന്താണ്? പേഷ്യന്റിന്റെ ഹെൽത്ത് ഇവാലുവേറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? ദ ലാസ്റ്റ് സ്റ്റേജ് ഏതായിരുന്നു? പോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെ. ഓപ്പറേഷന് ശേഷം ആ പേഷ്യന്റിന് ആവശ്യമായ എല്ലാ കെയറുകളും പ്രൊവൈഡ് ചെയ്യുക അല്ലെ. സ്റ്റിച്ചസിന് പ്രോപ്പർ ആയിട്ടുള്ള കെയർ കൊടുക്കുക, അതേപോലെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ്? അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുന്നത് തേർഡ് സ്റ്റേജിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ എല്ലാ സ്റ്റേജസിലും പേഷ്യന്റിനെ കെയർ ചെയ്യേണ്ടത്, ടേക്ക് കെയർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഓപ്പറേറ്റിംഗ് റൂം നേഴ്സസിനാണ്. പിന്നെ ആരാ വരുന്നത്? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് വരുന്നുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്? റിക്കവറി റൂമിലേക്കും അതിനുശേഷം വാർഡിലേക്കും ഷിഫ്റ്റ് ചെയ്യിക്കുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസ് തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സിനാണ്. ദെൻ കാർഡിയോഗ്രാഫേഴ്സ്. ആരാണ് കാർഡിയോഗ്രാഫേഴ്സ്? ഹാർട്ടിന് വേണ്ട, ഹാർട്ടിന്റെ ഇമേജ് എടുക്കണം. മോണിറ്റർ ചെയ്യുന്ന ആളുകളാണ് അല്ലെ കാർഡിയോഗ്രാഫേഴ്സ്. ദെൻ റേഡിയോഗ്രാഫേഴ്സ് എന്താ? സർജറി മെഡിക്കൽ ഇമേജസ് എടുക്കാനായിട്ട് അല്ലെ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ് റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ? അപ്പൊ സർജൻസ് വരുന്നുണ്ട്, അനസ്തെറ്റിസ്റ്റ് വരുന്നുണ്ട്, ഓപ്പറേറ്റിംഗ് റൂം നേഴ്സസ് ഇത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ആരായിരുന്നു? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് വരുന്നുണ്ട് അല്ലെ. ദെൻ കാർഡിയോഗ്രാഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ ആരായിരുന്നു? റേഡിയോഗ്രാഫേഴ്സ്. ഇത്രയും ആളുകൾക്കാണ് ഒരു ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് എൻട്രി ഉള്ളത് അല്ലെങ്കിൽ പെർമിഷൻ ഉള്ളത്. ഇതിൽ ഉൾപ്പെടാത്ത ആരെങ്കിലും ആണ് റൂമിനകത്തേക്ക് ഓപ്പറേറ്റിംഗ് റൂമിനകത്ത് പ്രവേശിക്കണമെങ്കിൽ എന്തെല്ലാം പോളിസീസ് ഉള്ളത്? പേഴ്സണൽ ID കാർഡ് വേണം. പേഴ്സണൽ ID, അവരുടെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞിരിക്കണം. വേണ്ടേ? സൂപ്പർവൈസറിൽ നിന്നും പ്രിയർ അപ്രൂവൽ നേടിയിരിക്കണം. ക്ലിയർ ആണല്ലോ? പിന്നെന്താ പറയുന്നത്? ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റെൻഡേഴ്സ്, ചിപ്ഡ് നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്തിരിക്കണം. ഒരു ഓപ്പറേറ്റിംഗ് റൂമിനകത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് ഇതെല്ലാം എന്താ എൻഷുർ ചെയ്തിരിക്കണം, ഉറപ്പാക്കിയിരിക്കണം. നെയിൽ പോളിഷ് ഇട്ടിട്ടില്ല അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ നെയിൽ ഇല്ല തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കണം ഒരു ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓപ്പറേറ്റിംഗ് റൂമിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. ഓക്കെ, എന്തുകൊണ്ടാണ്? നമ്മുടെ ഹാൻഡിലുള്ളതിനേക്കാൾ കൂടുതൽ അത് ഇൻഫെക്ഷൻ വരാതിരിക്കാനല്ലേ കൂടുതൽ മൈക്രോബ്സുകൾ ഇത്തരം ചിപ്ഡ് നെയിൽ പോളിഷിന്റെ താഴെ ഉണ്ടായിരിക്കും അല്ലേ. ദെൻ റിമൂവ് ഓൾ ജ്വല്ലറീസ്. ഓപ്പറേറ്റിംഗ് റൂമിൽ പ്രവേശിക്കുന്നതിന് മുൻപ് എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താ? എന്തൊക്കെ റീസൺസ് ആയിരിക്കാം? അതിൽ കൂടുതൽ മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകും. പിന്നെ അതിന്റെ ഷാർപ്പ് എഡ്ജസ് ഒക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻസിന് അത് കൂടുതൽ മുറിവുണ്ടാക്കും. പേഷ്യന്റിന്റെ സേഫ്റ്റിയെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് അല്ലേ ഇത്. അതേപോലെ തന്നെ ഗ്ലൗസ് ഒക്കെ വെയർ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ, കീറിപ്പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതിലുപരി എന്താണ്? മെറ്റൽ ജ്വല്ലേഴ്സ് ആണെങ്കിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാനായിട്ടാണ് ഈ എന്താണ് ജ്വല്ലറീസ് റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത്. ദെൻ സർജിക്കൽ ക്ലോത്ത്സ് എന്തൊക്കെയാണത്? അതിന്റെ യൂസ് എന്തൊക്കെയാണ്? ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്?
ഫസ്റ്റ് വൺ എന്തായിരുന്നു? സർജിക്കൽ ഗൗൺസ് അല്ലെ? സ്ക്രബ് സ്യൂട്ടിന് മുകളിലായിട്ടാണ് സർജിക്കൽ ഗൗൺസ് വെയർ ചെയ്യേണ്ടത്. സ്ക്രബ് സ്യൂട്ടിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് ആയിരിക്കും. ഗൗൺസ്, സർജിക്കൽ ഗൗൺസ് ആണ് ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് ആയിരിക്കണം അല്ലെ? ബ്ലഡിന്റെയോ ബോഡി ഫ്ലൂയിഡിന്റെയോ നിങ്ങൾ സ്പ്ലാഷ് ഉണ്ടായാൽ ആ ഹെൽത്ത് കെയർ സ്റ്റാഫിനെ പ്രൊട്ടക്ട് ചെയ്യണം അതിൽ നിന്നും അല്ലെ? അപ്പൊ ആ റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽസ് കൊണ്ടായിരിക്കണം സർജിക്കൽ ഗൗൺസ് നിർമ്മിക്കേണ്ടത്. പിന്നെന്തായിരുന്നു? ഷൂസ് അല്ലെ? ഓപ്പറേറ്റിംഗ് റൂമിനകത്ത് ഷൂസ് ഡിസ്പോസിബിൾ കവർ യൂസ് ചെയ്ത് കവർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താണ്? ഓപ്പറേറ്റിംഗ് റൂമിനകത്ത് മാത്രം ധരിക്കുന്ന ചപ്പൽസ് ആയിരിക്കണം വെയർ ചെയ്യേണ്ടത്. ദെൻ പിന്നെ ഏതായിരുന്നു? ഫേസ് ഷീൽഡ്. എന്താണ് ഫേസ് ഷീൽഡ്? ഫേസ് ഷീൽഡ് എന്തിനു വേണ്ടിയാണ്? കണ്ണിനെ ഈ ബ്ലഡിൽ നിന്നും ബോഡി ഫ്ലൂയിഡിൽ നിന്നൊക്കെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫേസ് ഷീൽഡ് വെയർ ചെയ്യേണ്ടത്. ദെൻ വേറെ ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ക്യാപ്സ്. മാസ്ക്. മാസ്ക് എന്തായിരുന്നു? ഇൻഫെക്ഷൻസ് ഒന്നും സ്പ്രെഡ് ആവാതിരിക്കാൻ. ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്ക് അല്ലെ? ചിലപ്പോ എന്താണ്, ചില ഈ സർജറി ടൈമിലേക്ക് ചില സ്മെൽസ് വരാം, അല്ലെങ്കിൽ എന്താണ് ഹാംഫുൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഇൻഹെയിൽ ചെയ്യുന്നതിൽ നിന്നും തടയുന്നതിന് വേണ്ടി എന്താണ് മാസ്ക് വെയർ ചെയ്യാം. അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് ആ ജെം ഫ്രീ എൻവയോൺമെന്റിനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി മാസ്ക് വെയർ ചെയ്യണം. ഓക്കെ, ദെൻ ക്യാപ്സ്. വാട്ട് അബൌട്ട് ക്യാപ്സ്? എന്താണ്? ഡാൻഡ്രഫ് ഒന്നും ആ ഏരിയനെ കണ്ടാമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഓക്കെ, ഹെയറോ ഡാൻഡ്രഫ് മൂലമോ ആ ജെം ഫ്രീ എൻവയോൺമെന്റ്, ആ ഓപ്പറേറ്റിംഗ് റൂം കണ്ടാമിനേറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഹെയർ പ്രോപ്പർ ആയിട്ട് കവർ ചെയ്യണമെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ എന്തായിരുന്നു? ഹാൻഡ് സ്ക്രബ് അല്ലെങ്കിൽ സ്ക്രബിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റെറൈൽ ഗ്ലൗസ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. ചില പ്രോസസ്സുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമ്മൾ വെറുതെ ഓപ്പറേഷന് മുൻപ് വെറുതെ ഹാൻഡ് വാഷ് ചെയ്തിട്ട് ഗ്ലൗസ് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെയല്ല. ചില ജ്വല്ലറി റിമൂവ് ചെയ്തിരിക്കണം. പിന്നെന്താണ്? നെയിൽസ് ഒക്കെ അപ്രോപ്രിയേറ്റ് നീക്കം ചെയ്തിരിക്കണം. നെയിൽസ് ട്രിം ചെയ്തിരിക്കണം. അതേപോലെ നെയിൽ പോളിഷ് ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. പിന്നെന്തായിരുന്നു? പിന്നെ അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? പിന്നെ 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. ഹാൻഡ് മുതൽ എൽബോ വരെ. അത് വരുന്നത് സ്ക്രബിംഗ് ആണ്. എൽബോ വരെ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. ഓരോ പാർട്സിനെയും പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താണ് വാഷ് ചെയ്യണം. അതാണ് സ്ക്രബിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു? അതിനുശേഷം ഡ്രൈ ചെയ്തതിനു ശേഷമായിരിക്കണം മ്യൂട്ട് ചെയ്തോളൂ. ഡ്രൈ ചെയ്തതിനു ശേഷമായിരിക്കണം ഒരു സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? സ്ക്രബിംഗ് മെത്തേഡ് എന്താണെന്ന് ക്ലിയർ ആണോ? ദെൻ അസെപ്റ്റിക് ടെക്നിക്സ്. എന്താണ് അസെപ്റ്റിക് ടെക്നിക്സ്? എന്തിനു വേണ്ടിയാണ്? സ്ക്രബിംഗ് മെത്തേഡ് ഒന്ന് പറയാമോ മിസ്? സ്ക്രബിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ഗ്ലൗസുകൾ വെയർ ചെയ്യണം അല്ലെ? സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യണം. അപ്പോൾ വെയർ ചെയ്യുന്നതിന് മുൻപ് എന്താണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്തിരിക്കണം. എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്? ചില പ്രോസസ്സുകൾ ഉണ്ട് അതിൽ. ഫസ്റ്റ് എന്ത് ചെയ്യണം? എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്തിരിക്കണം. പിന്നെന്താ ചെയ്യേണ്ടത്? ഹാൻഡ് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും നെയിൽ എക്സ്റ്റെൻഡേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് നെയിൽ പോളിഷ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തണം. ദെൻ അതിനുശേഷമായിരിക്കണം ഒരു വാം വാട്ടർ യൂസ് ചെയ്ത് 1 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഹാൻഡ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. അതിനുശേഷമാണ് സ്ക്രബിംഗ് മെത്തേഡ് വരുന്നത്. സ്ക്രബിംഗ് മെത്തേഡിൽ എന്താ ചെയ്യേണ്ടത്? അപ് ടു എൽബോ വരെ ഓരോ പാർട്സും എന്താണ് പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. ആദ്യം നെയിൽസ് ആ ഭാഗം പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. അതിനുശേഷം ഫിംഗേഴ്സ്, അങ്ങനെ അപ് ടു എൽബോ വരെ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യണം. അതിനുശേഷം ഡ്രൈ ചെയ്തതിന് ശേഷമാണ് ഒരു സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യേണ്ടത്.
ഓക്കെ, ഇതിനെയാണ് സ്ക്രബിംഗ് മെത്തേഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് മാം. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? അസെപ്റ്റിക് ടെക്നിക്സ് എന്താണ്? തിയേറ്റർ ഫ്രീ ആയിട്ട് സ്റ്റെറൈൽ ആയിട്ട് ഇരിക്കാനുള്ള ടെക്നിക്സിനാണ് അസെപ്റ്റിക് ടെക്നിക് എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ എന്താണ് ഫോളോ ചെയ്യുന്ന ചില മെത്തേഡ്സുകൾ എന്തിനു വേണ്ടിയാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും ആ ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും ഫോളോ ചെയ്യുന്ന ചില മെത്തേഡുകളുണ്ട്. ഈ മെത്തേഡ്സിനെയാണ് അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞ ഏതൊക്കെയാണ് ആ മെത്തേഡ്സ്? നമ്മൾ PPE വെയർ ചെയ്യുന്നില്ലേ? PPE വെയർ ചെയ്യുന്നു, പിന്നെന്താണ്? ഹാൻഡ് സ്ക്രബ് ഫോളോ ചെയ്യുന്നു, പിന്നെന്തായിരുന്നു? മാസ്ക്, ഫേസ് ഷീൽഡ് പോലുള്ളവ വെയർ ചെയ്യുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ആ ജെം ഫ്രീ എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് അല്ലേ? അല്ലെങ്കിൽ എന്താണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അപ്പൊ അവർ ഫോളോ ചെയ്യുന്ന ഇത്തരം മെത്തേഡ്സിനെയാണ് അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നേരത്തെ പറഞ്ഞ പോലെ 2 ടോപ്പിക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നോ മാം, ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, ബൈ. മാം